5 കോടിക്ക് ഒരാൾ ബിസിനസ് തുടങ്ങി. അതിൽ 10 ലക്ഷം രൂപ എന്ത് ചെയ്തു? റെന്റിന് അഡ്വാൻസ് കൊടുത്തു. ഗോഡൌൺ 1 കോടിക്ക് അങ്ങ് എടുത്തു. ഒരു 60 ലക്ഷം രൂപക്ക് 2 വെഹിക്കിൾ എടുത്തു. ദെൻ ഓഫീസ് എക്യുപ്മെന്റ്സ് 40 ലക്ഷം രൂപക്ക് വാങ്ങിച്ചു. 2 കോടിയുടെ സ്റ്റോക്കും വാങ്ങിച്ചു. അഡ്വർടൈസ്മെന്റിലേക്ക് ഇനീഷ്യലി ഒരു 60 ലക്ഷം രൂപയും കൊടുത്തു. കയ്യിൽ നിന്ന് എത്ര പോയി? 4 കോടി 70 ലക്ഷം രൂപ സ്പെൻഡായി. ബാലൻസ് 30 ലക്ഷം രൂപ കയ്യിലുണ്ട്. ആദ്യ മാസം തന്നെ എത്താൻ പോവുകയാണ്. മാസാമാസം 5.5 ലക്ഷം രൂപ സാലറി കൊടുക്കണം. റെന്റ് 3 ലക്ഷം രൂപ കൊടുക്കണം. അഡ്വർടൈസ്മെന്റ് ഇനി ആ മാസം 10 ലക്ഷം വേറെ കൊടുക്കണം. സൺട്രി ക്രെഡിറ്റേഴ്സിന് നേരത്തെ വാങ്ങിച്ച ആൾക്കാരില്ലേ 2 കോടിക്ക്, അതിൽ 50 ലക്ഷം രൂപ അവിടെ ഡ്യൂ ആയി കിടക്കുകയാണ്. ഇയാളെ കയ്യിൽ ആ മാസം എത്ര ഇയാൾക്ക് മിനിമം ഫണ്ട് വേണം? 68 ലക്ഷം രൂപ ഫണ്ട് വേണം. കയ്യിൽ എത്ര ഫണ്ട് ഉള്ളൂ? 30 ലക്ഷം ഫണ്ട്. സ്റ്റെക്കായോ? സ്റ്റെക്കായി. ഏതിലൂടെ കണ്ടെത്തണം? സ്റ്റോക്ക് വെക്കണം. ഇത് കോൺസ്റ്റന്റ് ആയിരിക്കും. ചിലപ്പോൾ ഇതിനേക്കാളും ചിലപ്പോൾ കൂടാം. നിങ്ങളെ കയ്യിലുള്ള ബാങ്ക് ബാലൻസും നിങ്ങളെ കയ്യിലുള്ള ക്യാഷ് ബാലൻസും പ്രൊപ്പോർഷനേറ്റ്ലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഫണ്ട് നിങ്ങളെ കമ്പനിയിൽ കൊണ്ടുവരുത്തണം നിങ്ങൾ. അല്ലാതെ ഇത് മീറ്റ് ചെയ്യാൻ വീണ്ടും ലോൺ എടുക്കുകയോ ഇത് മീറ്റ് ചെയ്യാൻ സ്വന്തം ഫണ്ട് എടുക്കുകയോ ചെയ്താൽ അന്ന് തൊട്ട് നിങ്ങൾ മഹാഗർത്തത്തിലേക്കാ പോകും. ഇത് പ്രോപ്പർ ആക്കണമെങ്കിൽ നിങ്ങളെ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾസ് നിങ്ങൾ ഫാസ്റ്റ് ആക്കണം. ടേൺ ഓവർ മാത്രമല്ല ഇംപ്രൂവ് ചെയ്യേണ്ടത്, എന്തും കൂടി ഇംപ്രൂവ് ചെയ്യണം. ടേൺ അറൗണ്ടും കൂടി ഇംപ്രൂവ് ചെയ്യണം. എങ്കിലേ എന്ത് മാനേജ് ചെയ്യാൻ പറ്റൂ? വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ് ചെയ്യാൻ പറ്റും. നമ്മൾ പറയാറില്ലേ, ഈ പറയുന്ന അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റും സെയിൽസ് ഡിപ്പാർട്ട്മെന്റും രണ്ടാന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും പലപ്പോഴും. ഒരു നാണയത്തിന്റെ ഇരുവശം പോലെ ആയിരിക്കണം നിങ്ങളുടെ ബിസിനസ്സിലെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റും സെയിൽസ് ഡിപ്പാർട്ട്മെന്റും.